വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പുറപ്പാടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം കുശവനായ ദൈവത്തിൻ്റെ കയ്യിലെ കളിമണ്ണാണ് ഞാൻ എന്ന ആശയത്തെക്കുറിച്ചാണ് നാം കുറച്ച് സമയം ചിന്തിക്കുന്നത്. ഈ ആശയം ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നത് പഴയ നിയമത്തിലെ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിലാണ്. വചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് ജെറമ്യായോട് അരുൾ ചെയ്തു, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോട് ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിൽ നിങ്ങൾ. ഈ വചനഭാഗത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകുന്ന ഒന്നാമത്തെ ആശയം, കുശവൻ പാത്രം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ആ പാത്രം ശരിയാകാതെ പോകും. എന്നാൽ കുശവൻ ആ കളിമണ്ണ് ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നില്ല. മറിച്ച് അതേ കളിമണ്ണ് കൊണ്ട് തന്നെ കുശവൻ വീണ്ടും തൻ്റെ മനസ്സിനിണങ്ങിയ പാത്രം ഉണ്ടാക്കുന്നു. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ പാത്രമായി ഞാൻ മാറിയില്ലെങ്കിൽ പോലും എൻ്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നില്ല. ഞാനാകുന്ന ആ കളിമണ്ണിനെ ദൈവം വീണ്ടും എടുത്ത് തൻ്റെ പദ്ധതിക്കനുസരിച്ച് പണിതുകൊണ്ടേയിരിക്കുന്നു. അനുനിമിഷം അത് അവിടുത്തെ പദ്ധതിക്ക് അനുരൂപമായി ദൈവം തൻ്റെ ഭാവന അനുസരിച്ച് നമ്മെ പണിതുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമ്മളിവിടെ കാണുന്നത്, കുശവൻ കളിമണ്ണ് ഉപയോഗിച്ച് പാത്രം നിർമ്മിക്കുമ്പോൾ ആ കളിമണ്ണ് സ്റ്റിഫായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ കുശവൻ്റെ കൈക്ക് അനുയോജ്യമായി ആ കളിമണ്ണിന് വഴങ്ങാൻ സാധിക്കാതെ വരുന്നു. കളിമണ്ണ് കുശവൻ്റെ കയ്യിൽ വഴങ്ങാൻ എൻ്റെ പൂർണ്ണ സമർപ്പണം, പൂർണ്ണമായ വിട്ടുകൊടുക്കൽ ആവശ്യമാണ്. അപ്പോൾ മാത്രമാണ് കുശവൻ്റെ മനസ്സിലെ പ്ലാൻ അനുസരിച്ച് ആ പാത്രം നിർമ്മിക്കപ്പെടുന്നത്. പരിശുദ്ധ അമ്മ ചെയ്തതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ ഒരു പൂർണ്ണ സമർപ്പണം നടത്തിയ അതേ മനോഭാവം എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കളിമണ്ണാകുന്ന ഞാൻ ആ കുശവൻ്റെ കയ്യിൽ യോജിച്ച പാത്രമായിട്ട് മെനഞ്ഞെടുക്കാനായിട്ട് കുശവന് സാധിക്കുകയുള്ളൂ. അടുത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ഒരു കുശവനും തൻ്റെ പാത്രം നശിച്ചു പോകാൻ വേണ്ടി ആ പാത്രത്തെ നിർമ്മിക്കുന്നില്ല. അതാണ് നമ്മൾ വീണ്ടും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 29-ാം അധ്യായം 11-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: കർത്താവ് അരുൾ ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ആ പദ്ധതി അനുസരിച്ച് എൻ്റെ ദൈവം എന്നെ പണിതുയർത്തുമ്പോൾ അതൊരിക്കലും എൻ്റെ നാശത്തിനല്ല, എൻ്റെ നന്മയ്ക്കാണ് എന്ന ഒരു വലിയ ബോധ്യം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവണം. അടുത്ത ഒരു ആശയം നമ്മളിവിടെ കാണുന്നത്, ഓരോ കുശവനും പാത്രം ഉണ്ടാക്കുന്നതിന് മുൻപ് അതിൻ്റെ രൂപം തൻ്റെ സ്വന്തം മനസ്സിൽ വിഭാവനം ചെയ്യുന്നു. തൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്ത രൂപത്തിന് അനുയോജ്യമായാണ് കുശവൻ ആ പാത്രം നിർമ്മിക്കുന്നത്. ഇത് തന്നെയാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 139-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു.
വീണ്ടും സങ്കീർത്തനം 139:13 തിരുവചനം ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ കണ്ടു. ആ രൂപമനുസരിച്ചാണ് എൻ്റെ ദൈവം എന്നെ അനുനിമിഷം പണിതുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരാശയം നാം ഇവിടെ കാണുന്നത്, ഓരോ കുശവനും പാത്രം ഉണ്ടാക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടേണ്ടത് എന്ന കൃത്യമായ ഒരു ബോധ്യത്തോടുകൂടി തന്നെയാണ് ആ പാത്രം നിർമ്മിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ചിന്തിക്കാം, എന്തിനു വേണ്ടിയാവാം ദൈവം എന്നെ മെനഞ്ഞത്? വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 10-ാം തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരവേലയാണ്. ഞാൻ എന്തൊക്കെ സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ആ സൽപ്രവർത്തികളൊക്കെ യേശു ക്രിസ്തുവിൽ പൂർത്തിയാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഒരു സൽപ്രവൃത്തിയുടെയും മാഹാത്മ്യം എടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവകാശമില്ല. എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ഇന്ന സൽപ്രവർത്തികൾ ഞാൻ ചെയ്യണം എന്ന് കർത്താവ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് എന്നെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. ആ സൽപ്രവർത്തികൾ ഞാൻ ചെയ്യുക മാത്രമാണ് ഈ ഭൂമിയിൽ ഞാനായിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളോട് പറയുന്നത്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക. അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവൻ. ഈ ഒരു മനോഭാവമായിരിക്കണം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത്. നാം ഏത് സൽപ്രവൃത്തി ചെയ്താലും അതിൻ്റെ എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം. കർത്താവ് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തത്, അവിടെ എനിക്ക് മേന്മ ഭാവിക്കാൻ യാതൊന്നുമില്ല എന്നൊരു വലിയ ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നേറാം. അടുത്ത ഒരു ചിന്ത ഈ ഭാഗം നമുക്ക് തരുന്നത്, കുശവൻ കളിമണ്ണ് കുഴച്ച് ഒരു ചക്രത്തിന്മേലാണ് വയ്ക്കുന്നത്. ആ ചക്രം കറക്കിക്കൊണ്ടാണ് തൻ്റെ പണി കുശവൻ ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ചക്രം എപ്പോഴും യേശു ക്രിസ്തുവായിരിക്കണം. യേശു ക്രിസ്തുവാകുന്ന ചക്രത്തിന്മേൽ പണിയപ്പെടേണ്ടവരാണ് നാം ഓരോരുത്തരും. കൊളോസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. അപ്പോൾ യേശു ക്രിസ്തുവിലാണ് നാം ഓരോരുത്തരും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ചക്രം യേശു ക്രിസ്തുവായി എപ്പോഴും മാറണം. ആ യേശു ക്രിസ്തുവാകുന്ന ചക്രത്തിന്മേലാണ് ഞാൻ ഓരോ നിമിഷവും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വേണം എൻ്റെ ജീവിതത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അടുത്ത ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, ഓരോ നിമിഷവും ആ യേശു ക്രിസ്തുവിൽ ഞാൻ പണിയപ്പെടുമ്പോൾ നന്ദിയുള്ള മക്കളായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നതാണ്. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്, നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അപ്പം ഏത് പ്രവൃത്തി നാം ചെയ്യുമ്പോഴും വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം അത് ചെയ്യണം എന്നാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രവൃത്തിയിലൂടെ നാം കടന്നു പോകുമ്പോഴും ആ നിമിഷങ്ങളിലൊക്കെ നന്ദിയുള്ള മക്കളായിട്ട്
ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ കളിമണ്ണ് കുശവൻ ആ ചക്രത്തിന്മേൽ വെച്ച് തൻ്റെ പണി ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ആ കളിമണ്ണ് വളരെ കട്ടിയുള്ളൊരു വസ്തുവാണ്. ആ കട്ടിയുള്ള വസ്തുവിനെ മൃദുവാക്കാൻ ഈ കുശവൻ തൻ്റെ കൈ നനച്ചുകൊണ്ട് ആ നനവുമയം ആ കളിമണ്ണിന്മേൽ പുരട്ടി അങ്ങനെ അതിനെ സോഫ്റ്റ് ആക്കിക്കൊണ്ടാണ് ആ കളിമണ്ണുമായിട്ട് തൻ്റെ കരങ്ങളെ ഇഴുകിച്ചേർത്ത് തൻ്റെ ഭാവനയ്ക്കൊത്ത വിധം കുശവൻ ആ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രത്തെ രൂപകൽപ്പന ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ജീവിതമാകുന്ന ഈ കളിമണ്ണ് ഭയങ്കര ഹാർഡായിട്ടുള്ള സമയത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് അതിനെ സോഫ്റ്റാക്കി എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ പണിയപ്പെടേണ്ട ആ ഒരു വസ്തുവാക്കി അതിനെ മാറ്റാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം? നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വളരെ ഹാർഡായിട്ടാണ് പെരുമാറുന്നതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോകുന്നു. വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കുമ്പസാരക്കൂട്ടിലേക്ക് നമ്മൾ ഓടുകയുമാണ് ചെയ്യുന്നത്. അവിടെ പോയി കുമ്പസാരിച്ച് പാപമോചനം ആ വൈദികൻ്റെ കയ്യിൽ നിന്ന് പാപമോചനം സ്വീകരിച്ച് ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ ഒരു റിലീഫ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ ജീവിതം വളരെ മനോഹരമായി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കൗദാശിക ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ജീവിതമാകുന്ന കളിമണ്ണ് കട്ടിയാണെന്ന് എനിക്ക് തോന്നുന്ന നിമിഷത്തിൽ ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുകയും അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ മയപ്പെടുത്തി എൻ്റെ ഈ കർത്താവിന് പണിയപ്പെടേണ്ട പാത്രമാക്കി മാറ്റാൻ, ആ കളിമണ്ണിനെ സോഫ്റ്റാക്കി മാറ്റാൻ എനിക്ക് സാധിക്കണം. അപ്പോഴാണ് ആ തൻ്റെ പ്ലാൻ അനുസരിച്ച് ദൈവത്തിന് ആ കളിമണ്ണാകുന്നതിനെ ഏറ്റവും അനുയോജ്യമായ പാത്രമാക്കി രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാം തിരുവചനം. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ? കർത്താവ് ചോദിക്കുന്നു. എത്ര കഠിന ഹൃദയരെയും മയപ്പെടുത്താൻ ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ തിരുവചനം. അപ്പോൾ ഓരോ ദിവസവും നാം ആ തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മയപ്പെട്ടു വരിക. അപ്പോഴാണ് കർത്താവിന് കൂടുതൽ ഭംഗിയുള്ള പാത്രമാക്കി നമ്മുടെ ജീവിതത്തെ പണിയാൻ സാധിക്കുക. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം മയപ്പെടുന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിലാണ് ദൈവത്തിൻ്റെ വാസസ്ഥലമായി നാം ഓരോരുത്തരും ഓരോ നിമിഷവും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഓരോ നിമിഷവും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മ നിറവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മയപ്പെടുകയും ദൈവത്തിന് ഇഷ്ടപ്പെട്ട പാത്രമായി അതിനെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുകയും ചെയ്യുന്നു. നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നിശബ്ദത നമുക്ക് ആവശ്യമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, കുശവൻ കളിമണ്ണ് കൊണ്ട് ഈ പാത്രം ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പാത്രം ഒന്ന് ഉണങ്ങാനും ആ കളിമണ്ണൊക്കെ നല്ലതായിട്ട് ഉറയ്ക്കാനും കുറച്ച് സമയം അവിടെ വെച്ചിട്ട് മാത്രമാണ് ആ ഉപയോഗത്തിനായിട്ട് ആ പാത്രം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു നിശബ്ദത എപ്പോഴും ആവശ്യമാണ്. അത് നമ്മുടെ ഒരു സെൽഫ് അവെയർനെസ്സിനുള്ള കാലഘട്ടമാണ്, അല്ലെ എന്നെ തന്നെയുള്ള ഒരു സ്വയം അവബോധത്തിനുള്ളൊരു കാലഘട്ടമാണത്. കൂടുതൽ കർത്താവിനോട് എന്നിലെ പോരായ്മകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടേണ്ട പാത്രമായി ഞാൻ രൂപാന്തരപ്പെടാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്ന ഒരു കാലയളവാണത്.
ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. എന്നാലും കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവെ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. ഈ ഒരു ചിന്തയായിരിക്കണം ആ നിശബ്ദതയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. കർത്താവിനോട് കൂടുതൽ ഐക്യപ്പെട്ട് ഈശോ ആഗ്രഹിക്കുന്ന ഉപയോഗത്തിലുള്ള പാത്രമായി ഞാൻ രൂപാന്തരപ്പെടാൻ പ്രാർത്ഥനയോടെ ആ കാലയളവ് നമ്മൾ ചെലവഴിക്കണം. അപ്പോൾ മാത്രമാണ് ആ കാലയളവ് കഴിയുമ്പോൾ വളരെ ഉപയോഗമുള്ള പാത്രമായി ഞാൻ എന്നെ തന്നെ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. ഈ കളിമണ്ണ് ഒരിക്കൽ പോലും ആ കളിമണ്ണ് പാത്രമുണ്ടാക്കിയ കുശവനോട് ചോദിക്കാറില്ല, എന്തേ ഈ ഒരു പാത്രമായിട്ട് എന്നെ സൃഷ്ടിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ കളിമണ്ണായ നമുക്ക് ഒരിക്കലും ദൈവത്തോട് മറുചോദ്യം ചോദിക്കാൻ അവകാശമില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം 20 തൊട്ട് 21 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവത്തോട് വാഗ്വാദം നടത്താൻ മനുഷ്യ, നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ വിധത്തിൽ നിർമ്മിച്ചത് എന്ന് പാത്രം കുശവനോട് ചോദിക്കുമോ? ഒരേ കളിമൺ പിണ്ടത്തിൽ നിന്ന് ശ്രേഷ്ഠമോ ഹീനമോ ആയ ഉപയോഗത്തിലുള്ള പാത്രങ്ങൾ നിർമ്മിക്കാൻ കുശവന് അവകാശമില്ലേ? അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏത് കുറവ് എനിക്കുണ്ടെങ്കിലും, ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് പോരായ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ ഒക്കെ പരാതി കൂടാതെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഓരോ നിമിഷവും യേശുക്രിസ്തുവിൽ കൂടുതൽ മെച്ചപ്പെട്ട പാത്രങ്ങളായി പണിയപ്പെടേണ്ടതിന് പരിശുദ്ധാത്മ കൃപയിൽ നമുക്ക് ആയിരിക്കാം. ഈ ലോകത്തിലേക്ക് എന്നെ അയച്ചപ്പോൾ ഏതൊക്കെ സൽപ്രവൃത്തികൾക്കായിട്ടാണ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചത്, അതിൽ ഒന്നുപോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയാതെ, എൻ്റെ ദൈവമേ, അങ്ങെന്നെ ഏതൊക്കെ സൽപ്രവർത്തികൾക്കായിട്ടാണോ സൃഷ്ടിച്ചത് ആ സൽപ്രവർത്തികളൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ അതെല്ലാം പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാവണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഒരു സൽപ്രവർത്തികളിലും നാം അഭിമാനിക്കാതെ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ എന്ന മനോഭാവം ആയിരിക്കണം എപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. ഓരോ പ്രവൃത്തിയുടെയും മഹത്വം ഈശോയ്ക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താം. സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദൗത്യം പൂർത്തിയാക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ആ കുശവൻ തൻ്റെ ഹിതമനുസരിച്ച് ആ പാത്രം പണിയുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള പാത്രമായി ആ പാത്രത്തെ രൂപാന്തരപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പരിപൂർണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള പാത്രമായി നമ്മൾ മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ എപ്പോഴും ആ പണിയപ്പെടേണ്ട പാത്രമായി മാറ്റാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് എപ്പോഴും ദൈവത്തോട് കൂടിയായിരിക്കാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എന്നോടു കരുണ തോന്നണമേ. ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ദൈവമേ, എന്നോടു കരുണ തോന്നണമേ. ദയാപൂർവമെൻ പാപം മായ്ക്കണമേ.
എതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങേ സന്നിധി തിന്മ ചെയ്തു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങേ സന്നിധി തിന്മ ചെയ്തു. നീതിയോടെന്നെ വിധിക്കരുതേ, കരുണയോടെന്നെ നോക്കണമേ. നീതിയോടെന്നെ വിധിക്കരുതേ, കരുണയോടെന്നെ നോക്കണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. സോപ്പാക്കൊണ്ടെന്നെ കഴുകിയിടണേ, മഞ്ഞുപോൽ നിർമ്മലനായിടും ഞാൻ. സോപ്പാക്കൊണ്ടെന്നെ കഴുകിയിടണേ, മഞ്ഞുപോൽ നിർമ്മലനായിടും ഞാൻ. നവമൊരു ചൈതന്യം നിറച്ചിടണേ, നിർമ്മല ഹൃദയം നൽകിടണേ. നവമൊരു ചൈതന്യം നിറച്ചിടണേ, നിർമ്മല ഹൃദയം നൽകിടണേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. സന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. അങ്ങേ സന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. അങ്ങേ പരിശുദ്ധനെ എന്നിൽ നിന്നും എടുത്തിടരുതേ ഒരു നാളിലും. അങ്ങേ പരിശുദ്ധനെ എന്നിൽ നിന്നും എടുത്തിടരുതേ ഒരു നാളിലും. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ഉരുകിയ മനസ്സല്ലോ സ്വീകാര്യമാം ബലി, നുറുങ്ങിയ ഹൃദയത്തെ തള്ളിടല്ലേ. ഉരുകിയ മനസ്സല്ലോ സ്വീകാര്യമാം ബലി, നുറുങ്ങിയ ഹൃദയത്തെ തള്ളിടല്ലേ. രക്ഷകൻ സ്തോത്രം അനുദിനം പാടാൻ എന്നതരങ്ങൾ
ശക്തമാക്കൂ. രക്ഷതൻ സ്തോത്രം അനുദിനം പാടാനെന്നതരങ്ങളെ ശക്തമാക്കൂ. ദൈവമേ എന്നോടു കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com. പരിശുദ്ധാത്മവരങ്ങളാൽ